ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ തനി നാടനായിട്ടുള്ള ഒരു ഇല അടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ ഇല അത് വെച്ചുണ്ടാക്കുന്ന ഒരു അടയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിനായിട്ട് ഈ ശർക്കര ഒന്ന് പൊടിച്ച് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം നമുക്കിതിന്. അപ്പം നമ്മുടെ വെള്ളം നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 or 6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ഉരുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിത് വെള്ളം ഉരുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത്രയും വെള്ളം വറ്റിച്ചെടുത്തത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നല്ല പോലെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലതാ, ഒരു തുള്ളി പോലും വെള്ളമില്ല. നമുക്കിതുപോലെ കിട്ടണമെങ്കിൽ നമ്മുടെ അടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച ശർക്കര കൂട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള മാവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് എന്ന് വെച്ചാൽ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന മാവ്, അതായത് അരിപ്പൊടി നല്ല പോലെ ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ല പോലെ കുഴച്ചെടുത്തത്. പിന്നെ ഇല, നമ്മുടെ മഞ്ഞളിൻ്റെ ഇല. ഇനി ഇലയിലേക്ക് നമുക്ക് കുറച്ച് മാവിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് പരത്തി കൊടുക്കാം. അധികം കട്ടിയില്ലാതെ പരത്തി കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കണം പരത്തുന്നത്. കൂടുതൽ കട്ടി കൂടിയാൽ നമുക്ക് അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടൂല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെല്ലത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയൽ പണ്ടെന്ന് പറയും ഇതിനെ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കൈവച്ച് നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അട പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ വേവിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ അട ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം.
ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റോ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇല ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നൊന്നുമില്ല, എന്നാലും ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഇലക്ക് ഭയങ്കര മണവും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ വീട്ടിലൊന്നൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അസ്സലാമു അലൈക്കും.